നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. മുനമ്പം വഖഫ് ഭൂമി വിഷയത്തിൽ BJP വഞ്ചിച്ചുവെന്ന തോന്നൽ ശക്തമായതോടെ കോൺഗ്രസിനോടും UDF-നോടും അടുക്കാൻ ക്രൈസ്തവ സഭകൾ തയ്യാറെടുക്കുന്നു. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും അതിന് തൊട്ടുമുന്ന് നടക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിലും കോൺഗ്രസിനും UDF-നും അനുകൂലമായ ഒരു രാഷ്ട്രീയ നിലപാട് കൈക്കൊള്ളാനാണ് ക്രൈസ്തവ സഭകൾ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. കത്തോലിക്ക സഭയും കത്തോലിക്ക ഇതര സഭകളും കോൺഗ്രസിനോടും UDF-നോടും അടുക്കാനുള്ള ഒരു മാനസിക നിലയിൽ എത്തിക്കഴിഞ്ഞുവെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന സൂചന. മുനമ്പം വഖഫ് ഭൂമി വിഷയത്തിൽ BJP-യുടെ ഭാഗത്തു നിന്നും ഒരു വഞ്ചനാപരമായ നിലപാടാണ് ഉണ്ടായതെന്നും ഇപ്പോൾ പാസാക്കിയിരിക്കുന്ന വഖഫ് നിയമം മുനമ്പത്തെ കുടിയിറക്കൽ ഭീഷണിയിൽപ്പെട്ട് കഴിയുന്ന ജനങ്ങൾക്ക് ഒരു പ്രയോജനവും ചെയ്യില്ലെന്ന് സഭകൾ തിരിച്ചറിഞ്ഞതോടെയാണ് കോൺഗ്രസും UDF-ഉമായി അടുക്കാനുള്ള ശ്രമങ്ങൾ സഭകൾ ആരംഭിച്ചത്. അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗുമായും ചർച്ചകൾക്ക്, മുസ്ലിം ലീഗായിട്ട് മാത്രമല്ല മുസ്ലിം സംഘടനകളുമായും ആരോഗ്യകരമായ രാഷ്ട്രീയ സാമൂഹ്യ ചർച്ചകൾക്ക് തുടക്കമിടാനും ക്രൈസ്തവ സഭകൾ തീരുമാനിച്ചതായി സൂചനയുണ്ട്. ഏതായാലും CPM-നോടും ഇടതുപക്ഷത്തോടും വലിയ താല്പര്യം പ്രകടിപ്പിക്കാൻ ഇപ്പോഴും ക്രൈസ്തവ സഭകൾ ആഗ്രഹിക്കുന്നില്ല. UDF-നോടും കോൺഗ്രസിനോടും കൂടുതൽ അടുക്കാനാണ് ഇപ്പോൾ അവർക്ക് താല്പര്യം. മുനമ്പത്ത് വഖഫ് വിഷയം BJP സർക്കാർ പരിഹരിക്കുമെന്ന് വിചാരിച്ചിരുന്ന സഭകൾക്ക് ഇരുട്ടടി പോലെയാണ് പുതിയ വഖഫ് നിയമത്തിൽ പ്രതീക്ഷിച്ചതായ രീതിയിൽ ഒന്നുമില്ലാതിരുന്നത്. മാത്രമല്ല, ഇപ്പോൾ ഉണ്ടാക്കിയ വഖഫ് നിയമത്തെ തുടർന്ന് മുനമ്പം വിഷയത്തിൽ പരിഹാരമുണ്ടാകാൻ സാധ്യതയില്ലെന്നും അതിന് നിയമപരമായ പരിഹാരങ്ങളെ ഉണ്ടാകുകയുള്ളൂ എന്നും കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി കിരൺ റിജ്ജു എറണാകുളത്തെത്തി പറഞ്ഞതോടെ സഭകൾക്ക് വലിയ ചിന്താക്കുഴപ്പമാണ് ഉണ്ടായത്. ഇനി എന്തിനാണ് തങ്ങൾ BJP-യെ പിന്തുണയ്ക്കുന്നതെന്നും മുനമ്പം വിഷയത്തിന് ഈ വഖഫ് നിയമം വെച്ച് ഒരു പരിഹാരം ഉണ്ടാകില്ലെന്നും ഇനിയും കോടതിയിൽ കയറിയിറങ്ങി നടക്കേണ്ടി വരുമെന്നും സംസ്ഥാന സർക്കാരിന് മാത്രമേ ഇനി എന്തെങ്കിലും ഇക്കാര്യത്തിൽ ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നുള്ള സത്യസ്ഥിതി പുറത്തു വന്നപ്പോഴാണ് ക്രൈസ്തവ സഭകളാകെ സ്തബ്ധരായി പോയത്. കഴിഞ്ഞ 1.5 വർഷമായി BJP-ക്ക് പുറകെ നടന്ന് BJP-ക്ക് പിന്തുണ നൽകുന്ന നിലപാടുകൾ സ്വീകരിച്ചത് അബദ്ധമായി പോയെന്നാണ് ഇപ്പോൾ കേരളത്തിലെ ക്രൈസ്തവ സഭകൾ, പ്രത്യേകിച്ച് കത്തോലിക്ക സഭ വിചാരിക്കുന്നത്. അതുകൊണ്ട് ഇനി പഴയ മുസ്ലിം വിരുദ്ധതയൊക്കെ മാറ്റിവെച്ച് മുസ്ലിം ലീഗിനോടുള്ള രാഷ്ട്രീയമായ എതിർപ്പ് മാറ്റിവെച്ച് UDF-നോടും കോൺഗ്രസിനോടും ഒന്ന് ഐക്യപ്പെടാമെന്നുള്ള തീരുമാനമാണത്രേ സഭകളുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായത്. BJP-യെ വിശ്വസിച്ച് മുന്നോട്ട് പോകുന്നത് ഒരിക്കലും ഒരു ന്യൂനപക്ഷ സമൂഹത്തിന് ഉപയോഗപ്രദമാകില്ല ഗുണപ്രദമാകില്ല എന്ന തിരിച്ചറിവ് കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തിലെ സഭകൾക്കുണ്ടായി. മാത്രമല്ല, ജബൽപൂരിലും ഉത്തർപ്രദേശിലുമെല്ലാം ക്രൈസ്തവ മിഷണറിമാർക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങളും ക്രൈസ്തവ മിഷണറിമാരെ ജയിലിലിടുന്നതും കേസെടുക്കുന്നതുമെല്ലാം കേരളത്തിലെ ക്രൈസ്തവ വിശ്വാസികൾക്കിടയിൽ വലിയ പ്രതിഷേധത്തിന് കാരണമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് വിശ്വാസികളുടെ രാഷ്ട്രീയത്തിനൊപ്പം നിൽക്കുന്നതാണ് സഭയ്ക്ക് നല്ലതെന്ന് മനസ്സിലാക്കിയാണ് കോൺഗ്രസിനോടും UDF-നോടും അടുക്കാൻ ക്രൈസ്തവ സഭകൾ തീരുമാനിച്ചതെന്ന സൂചനയാണ് നമുക്ക് ആ കേന്ദ്രങ്ങളിൽ നിന്നും ലഭിക്കുന്നത്. ഏതായാലും വഖഫ് നിയമം യാതൊരു പ്രയോജനവും മുനമ്പം നിവാസികൾക്ക് ചെയ്യില്ല എന്ന തിരിച്ചറിവ് സഭകൾക്കുണ്ടായതോടെ സഭകളുടെ ഉള്ളിൽ തന്നെ ഒരു BJP വിരുദ്ധത ഉടലെടുത്തു എന്നാണ് അവരുമായി സംസാരിക്കാൻ കഴിഞ്ഞപ്പോഴൊക്കെ നമ്മൾക്ക് മനസ്സിലായത്. അതുകൊണ്ട് തന്നെ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഇനി BJP-ക്ക് രാഷ്ട്രീയമായി പ്രയോജനം ചെയ്യുന്ന ഒരു നടപടിയും ഒരു നിലപാടും കൈക്കൊള്ളണ്ട എന്നും കോൺഗ്രസിനോടും UDF-നോടും അടുക്കുന്നതാണ് കേരളത്തിലെ ക്രൈസ്തവ സഭകൾക്ക് നല്ലതെന്നുമുള്ള തീരുമാനത്തിൽ സഭകൾ എത്തിച്ചേർന്നു എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മുനമ്പം വിഷയത്തിൽ ഇപ്പോഴത്തെ വഖഫ് നിയമത്തിന് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന തിരിച്ചറിവ് സഭകൾക്കുണ്ടായതിനെ തുടർന്നാണ് ഈ BJP വഞ്ചിച്ചു എന്നുള്ള തോന്നൽ അവർക്കുണ്ടായതും അതോടുകൂടി അവർ പതിയെ കോൺഗ്രസിലേക്ക് ചായാൻ തുടങ്ങിയതും. ഏതായാലും കോൺഗ്രസിന് അല്ലെങ്കിൽ UDF-ന് ഇപ്പോൾ ലോട്ടറി അടിച്ച പോലെയാണ്. ക്രൈസ്തവ പിന്തുണ BJP പോകുമോ എന്ന് ഭയന്ന് വലിയ ചിന്താക്കുഴപ്പത്തിലായിരുന്നു കോൺഗ്രസ് നേതൃത്വവും UDF നേതൃത്വവും. വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ ക്രൈസ്തവ പിന്തുണ പഴയതുപോലെ ലഭിച്ചാൽ കോൺഗ്രസിനും UDF-നും അധികാരത്തിൽ വരാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ നിസ്തർക്കമാണെന്ന് കോൺഗ്രസ് നേതാക്കൾ തന്നെ പറയുന്നു. ഏതായാലും കോൺഗ്രസ് നേതാക്കൾ ഇക്കാര്യത്തിൽ വളരെ ആത്മവിശ്വാസത്തിലാണ്. അതുകൊണ്ട് തന്നെ ക്രൈസ്തവ സഭകൾ വരുന്ന തെരഞ്ഞെടുപ്പിൽ തങ്ങൾക്ക് നൽകാൻ ഉദ്ദേശിക്കുന്ന പിന്തുണയെ 2 കൈ നീട്ടി സ്വീകരിക്കാൻ ഒരുങ്ങുകയാണ് കോൺഗ്രസും UDF-ഉം.